ചങ്ങായിമാരെ നമസ്കാരം. കുരുവട്ടൂരാൻ കോഴിക്കോട് കുരുവട്ടൂർ പഞ്ചായത്ത് പറഞ്ഞ സ്ഥലമുണ്ട്, അവിടെയുള്ള ആളാണ് കേട്ടോ. ഇപ്പോൾ ഇവിടെ നമ്മുടെ യൂറോപ്പിൽ ട്രക്ക് ഡ്രൈവറായിട്ട് വർക്ക് ചെയ്യാണ്. അപ്പോൾ ഞാൻ ഇന്ന് ഒരു വ്യത്യസ്തം അവിടെ വണ്ടീൻ്റെ കാര്യങ്ങളോടും പിന്നെ അതുകൂടാണ്ട് നമ്മളെ ഈ റോഡുകളെക്കുറിച്ച്. ഞാനിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ജർമ്മനിയാണ്. ജർമ്മനിയിലെ ഇതിനെക്കുറിച്ചുള്ള വിശേഷങ്ങളാണ് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ റോഡിന് പറഞ്ഞു കഴിഞ്ഞാൽ ജർമ്മനിയിൽ പൊതുവെ നല്ല റോഡുകളുണ്ട്, മോശം റോഡുകളുണ്ട്. പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഇറക്കവും ഒരുപാട് കയറ്റമുള്ളൊരു സ്ഥലമാണ് ഈ ജർമ്മനി. അതേപോലെ ഇറ്റലി, ഓസ്ട്രിയ ഒക്കെ അങ്ങനെ തന്നെ ഏകദേശം ഭയങ്കര ഇറക്കവും ഭയങ്കര കയറ്റമായിട്ടുള്ള സ്ഥലമാണ്. പക്ഷേ നമുക്ക് ഇപ്പോൾ എന്താ പറയുക, നമ്മളെ നാടിനെ വെച്ച് താരതമ്യം ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഇവിടുത്തെ റോഡുകളിൽ നമ്മുടെ നാട്ടിലുണ്ട് ഇവിടുത്തെ റോഡ് സയൻസും കാര്യങ്ങളും. ഇപ്പോൾ നമ്മൾ എന്താ പറയുക, ഒരു റോഡിൻ്റെ ഒരു ഇറക്കം വരുന്നതിന് മുന്നേ അവിടെ ഇത്ര ചെരിവുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുത്തെ റോഡ് സയൻസിൽ തന്നെ കാണിച്ചു തരുന്നുണ്ട്. നമ്മളെ നാട്ടിലും അങ്ങനെ തന്നെ ഉണ്ടാവും. പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലത്തെ അപേക്ഷിച്ച് നമ്മളെ നാട്ടിലിപ്പോൾ ഒരു വണ്ടിക്കാരന് ഒരു റെസ്റ്റ് എടുക്കണമെങ്കിൽ അവൻ റോഡ് സൈഡിൽ തന്നെ നിർത്തുകയാണെന്നാണ് എൻ്റെ ഒരു ഞാൻ കണ്ടത്. കാരണം നമ്മളെ അന്യദേശത്തു നിന്ന് വരുന്ന ലോറികളാണെങ്കിലും ബാക്കി എന്താണെങ്കിൽ പോലും എന്താണ് ഒരു അന്യദേശത്തു നിന്നുള്ള ആൾക്കാർ വരുന്നതിന് റോഡ് സൈഡിൽ തന്നെ സൈഡാക്കിയിട്ട് ഉറങ്ങുന്നതാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ റൈറ്റ് സൈഡിൽ കണ്ടോ കുറച്ച് വണ്ടികൾ കിടക്കുന്ന, അല്ല ലെഫ്റ്റ് സൈഡിൽ, അതേമാതിരി നമ്മുടെ റൈറ്റ് സൈഡിലും ഇവിടെ പാർക്കിംഗ് ഉണ്ട്. എങ്ങനെ നമ്മളെ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമുക്ക് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ പാർക്കിംഗ് സൗകര്യങ്ങളുണ്ട്, മനസ്സിലായില്ലേ? അപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ആ പാർക്കിങ്ങിൽ നമുക്ക് ടോയ്ലറ്റ് ഉണ്ടാവും, ചിലപ്പോൾ കുളിക്കാനുള്ള സൗകര്യം ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. പിന്നെ നമ്മളെ ഈ വേസ്റ്റുകളൊക്കെ ഇടാൻ വേണ്ടിയിട്ട് പാർക്കിങ്ങിൽ തന്നെ ഡബ്ബകളും സാധനങ്ങളും ഉണ്ട്. നമ്മളത് റോഡിൽ വലിച്ചെറിയോ അങ്ങനത്തെ ഒന്നും ഇവിടെ പാടില്ല. അപ്പോൾ അത്രയും ക്ലീൻ ആയിട്ടാണ് ഇവിടെ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മളെ നാട്ടിലത്തെ മാതിരി ഉറക്കം ഒഴിഞ്ഞിട്ടുള്ളവനും വണ്ടി ഓടിച്ചുകൊണ്ടേ ഇരിക്കുന്നത്, പിന്നെ ഇന്ന് തന്നെ അവിടെ എത്തിക്കണം എന്ന് പറഞ്ഞിട്ട് ആ ലോഡായിട്ട് പോകുന്ന ആൾക്കാരുണ്ട്. നേരെ മറിച്ചാണ് ഇവിടെ. നമുക്കൊരു ദിവസം ആഴ്ചയിൽ 10 മണിക്കൂറും ഡ്യൂട്ടി എടുക്കുക, ബാക്കിയുള്ള 4 നമുക്ക് 9 മണിക്കൂർ വെച്ചിട്ടും ഡ്യൂട്ടി എടുക്കാം, മനസ്സിലായോ? അപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് റെസ്റ്റും കാര്യങ്ങളും കറക്റ്റായിട്ട് നമുക്ക് കിട്ടണം. 4 മണിക്കൂർ അല്ലെങ്കിൽ 4.5 മണിക്കൂർ വണ്ടി ഓടിച്ചാൽ 3/4 മണിക്കൂർ ഇവിടെ മസ്റ്റായിട്ട് റെസ്റ്റ് എടുത്തോളണം, മനസ്സിലായോ? അതുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ പിന്നെ നമുക്കിവിടെ വണ്ടി ഓടിക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ നമ്മുടെ ടാക്കോ വയലേഷൻ, മനസ്സിലായോ? അപ്പോൾ നമ്മൾ ഒരു 4 മണിക്കൂർ അല്ലെങ്കിൽ 4 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത പാർക്കിംഗ് നോക്കും, നമ്മളെ വണ്ടി സൈഡാക്കാൻ വേണ്ടിയിട്ട്. നമ്മളെ വണ്ടി സൈഡാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആ 3/4 മണിക്കൂർ റെസ്റ്റ് എടുത്തതിന് ശേഷമുള്ളൂ അവിടുന്ന് അടുത്ത യാത്ര ആരംഭിക്കുള്ളൂ. ഇനി അടുത്ത 4.5 മണിക്കൂർ കൂടെ നമ്മൾ അല്ലെങ്കിൽ 4 മണിക്കൂർ വണ്ടി ഓടിച്ച് നമ്മൾ വണ്ടി സൈഡാക്കുമ്പോഴത്തേക്ക് ഏകദേശം നമ്മളെ ഡ്രൈവിംഗ് ടൈം എന്ന് പറയുന്നത് അന്നപ്പോഴത്തേക്ക് ഒരു 8, 8:30, 8:45 ആ സമയമൊക്കെ ആയി ഉണ്ടാവും, മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ ഒരു ഗുണമുണ്ട് നമ്മൾ പുറത്ത് ഈ യൂറോപ്യൻ കൺട്രിയിലൊക്കെ ഡ്യൂട്ടിക്ക് വന്നാലുള്ള ഒരു ഗുണം, മനസ്സിലായില്ലേ? പിന്നെ ഇവിടുത്തെ റോഡുകളിലൊക്കെ പൊതുവെ നമുക്ക് വേറെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും ഇല്ലാത്ത രീതിയിലുള്ളതാണ് സംഭവങ്ങൾ. കാരണം ഇപ്പം തന്നെ സൈനുകളൊക്കെ കാണുന്നില്ലേ, ഇതിപ്പോൾ 2 റോഡായിട്ട് മാറാൻ പോവാണ്. ഇവിടെ വണ്ടീൻ്റെ പിന്നെ സ്പീഡ് ഇത്ര, അതൊക്കെ നമ്മുടെ നാട്ടിലുണ്ട് കേട്ടോ. ഇപ്പോൾ ഒരു കുറച്ച് ദൂരോടെ പോയാൽ 450 മീറ്ററിൽ ഈ റൈറ്റ് സൈഡ് കണ്ടോ, ഈ റൈറ്റ് സൈഡ് കാണുന്നതാണ് പാർക്കിംഗ്. നമ്മളെ വണ്ടിക്ക് നമുക്ക് ഒരു 4 മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ വണ്ടി നിർത്തിയിട്ട് 1/2 മണിക്കൂർ റെസ്റ്റ് എടുക്കാൻ വേണ്ടിയുള്ള സ്ഥലമാണിത്, മനസ്സിലായോ? അതേമാതിരിയാണ് ഇവിടെ. പിന്നെ അതേമാതിരി ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പോകേണ്ട ട്രാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വലതുവശത്ത് ചേർന്നുള്ള ട്രാക്കിനാണ് ട്രെയിലറുകളും ഒക്കെ പോകേണ്ടത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വേഗതയേറിയ വണ്ടികൾ നമ്മുടെ ലെഫ്റ്റ് സൈഡിലുള്ള ട്രാക്കിലും വേഗത കുറവുള്ള വണ്ടികൾ പോകേണ്ടത് റൈറ്റ് സൈഡിലാണ്. ഇപ്പോൾ നമുക്ക് ഇപ്പോൾ പെട്ടെന്ന് ആ വണ്ടിക്കാരൻ വളരെ സ്ലോയിലാവണം, അവന് നല്ല ലോഡുണ്ട്, അപ്പോൾ അവന് പോകണമെങ്കിൽ നമ്മൾ ഇൻഡിക്കേറ്റർ ഇട്ട് റൈറ്റിലേക്ക് കയറുന്ന സമയത്ത് നമ്മളുള്ള ബാക്കിലുള്ള വണ്ടികൾ നമുക്ക് നിർത്തി തന്നിരിക്കും. നമ്മളെ നാട്ടിൽ തന്നെ പോലെയല്ല. നമ്മളെ നാട്ടിൽ പിന്നെ എന്താണ്
നമ്മൾ നിർത്തിക്കഴിഞ്ഞാൽ പോലും നമുക്ക് എന്താക്കാൻ പറ്റില്ല, അവരെന്ത് ചെയ്യൂല, നമുക്ക് പിന്നെ അവർ കയറിപ്പോകും, നമ്മളെ കയറി പോകാൻ സമ്മതിക്കില്ല. പക്ഷെ ഇവിടെ അങ്ങനെയല്ല കേട്ടോ. ഇവിടെ ഒരു ഇൻഡിക്കേറ്റർ ഇട്ട് കഴിഞ്ഞാൽ ഇനി വലിയ വണ്ടി ആയാലും ചെറിയ വണ്ടി ആയാലും നമുക്ക് അവർ നിർത്തി തന്നിരിക്കും. അവർ നിർത്തി തന്നതിന് ശേഷം നമ്മൾ കയറി കഴിഞ്ഞതിന് ശേഷം മാത്രമേ അവർ പോവുള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടുത്തെ നിയമങ്ങളും കാര്യങ്ങളൊക്കെ എല്ലാവരും നല്ലോണം പാലിക്കുന്നുണ്ട്. ഒരാളും കട്ട് ചെയ്ത് കണ്ട ഇപ്പം തന്നെ ആ കാറുകൾ പോണത് സെക്കൻഡ് ലൈനിലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഇപ്പോൾ 100 സ്പീഡ് പോകേണ്ടതല്ല, അവരിപ്പോൾ 90-ലൊക്കെ പോകുന്നവരായിരിക്കും. ഏറ്റവും ലെഫ്റ്റ് സൈഡ് കണ്ടോ ഒരു ലൈനും കൂടെ, അതാണ് സ്പീഡ് ലൈൻ. അപ്പോൾ കുറവ് പോകുന്ന ആൾക്കാർ മാറിക്കൊണ്ടേ ഇരിക്കും. പോകേണ്ടവർക്ക് അതിലെ പോവാം, സ്പീഡ് പോകേണ്ടവർക്ക് ആ ലൈനിൽ അങ്ങനെ പോവുകയും ചെയ്യാം. നമ്മളെ ട്രെയിലറുകളൊക്കെ നമ്മളെ വലതുവശത്തുള്ള ട്രാക്ക് ചേർന്ന് തന്നെ പോകും. മനസ്സിലായില്ലേ? പിന്നെ ജർമ്മനിയിലൊക്കെ പൊതുവെ നിയമങ്ങളൊക്കെ ലേശം കർശനമാണ്, പോലീസുകാർ പിടിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ടാക്കോയും കാര്യങ്ങളൊക്കെ നമ്മൾ എന്താക്കണം, വളരെ സൂക്ഷിച്ചും കണ്ടും നമ്മളെ വണ്ടി ഓടിക്കുക, കാര്യങ്ങൾ ചെയ്യുക. മനസ്സിലായില്ലേ? എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഈ ടാക്കോ ടൈമൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് പാലിക്കുക. ടാക്കോ ടൈമിൻ്റെ അകത്ത് ഇപ്പം നമ്മൾക്ക് എന്താ പറയുക, ഒരു 4 മണിക്കൂർ അല്ല ഒരു 3.25 മണിക്കൂർ ആകുമ്പോഴത്തേക്ക് തന്നെ നമ്മൾ പാർക്കിങ് കണ്ടെത്തിക്കൊള്ളണം. നമ്മളിപ്പോൾ ആ പാർക്കിങ് കണ്ടെത്തി നമ്മൾ വണ്ടി സൈഡാക്കിയില്ലെങ്കിൽ നമ്മളെ ടാക്കോ ആണ് എന്താവുന്നത്, വയലേറ്റ് ആവുന്നത്. അതിൽ പിന്നെ വേറെ ആർക്കൊന്നും വരാനില്ല. പോലീസ് പിടിച്ചു കഴിഞ്ഞാൽ നമ്മളെ പൈസ ആവുക. കമ്പനി ചോദിക്കും എന്തുകൊണ്ട് നീ സൈഡാക്കിയില്ല എന്നാ ചോദിക്കാം. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ നന്നായിട്ട് നോക്കി ചെയ്യാം. പിന്നെ എന്നെ കൊണ്ടാവുന്ന മാതിരി ഇവിടുത്തെ റോഡും ഇവിടുത്തെ കാര്യങ്ങളും ഒക്കെ ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതാണ്. അപ്പോൾ കാണുന്നവരെല്ലാവരും എന്ത് ചെയ്യുക, ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. പിന്നെ ഇനി ഞാൻ ഇപ്പോൾ പോകുന്നത് പോളണ്ടിലേക്കാണ്. നമുക്ക് അടുത്തൊരു വീഡിയോ പോളണ്ടിലത്തെ റോഡുകളെ കുറിച്ചുള്ള ചെയ്യാം. അതിൻ്റെ കൂടെ തന്നെ അവിടെ എന്തൊക്കെ വ്യത്യാസങ്ങളാണ് കാര്യങ്ങളാണെന്നുള്ളതൊക്കെ നമുക്കൊന്ന് അവിടെ തീരുമ്പോൾ പറയാം. അപ്പോൾ എല്ലാവരും എന്താ പറയുക, നമ്മളെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ഒക്കെ ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു.